നമസ്കാരം. ഷെക്കൈന ഫയർ റൂമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നയിക്കുക, വിശുദ്ധീകരിക്കുക, പഠിപ്പിക്കുക. പൗരോഹിത്യത്തിൻ്റെ 3 ദൗത്യങ്ങളായി നമ്മൾ പഠിക്കുകയും അറിയുകയും ചെയ്യുന്ന ഏറ്റവും സുന്ദരമായ 3 കാര്യങ്ങളാണത്. കാലഘട്ടത്തിൻ്റെ പ്രവാചകരായി സഭയെയും സമൂഹത്തെയും ഒന്നടങ്കം ചേർത്തു പിടിച്ചുകൊണ്ട് ക്രിസ്തു വന്ന ആ വലിയ ദൗത്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന നല്ലിടയന്മാരാണ് നമ്മുടെ പുരോഹിതർ. അതിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം, ആദരവോടെ അവരെ ചേർത്തു പിടിക്കാം. എന്നാൽ പുതിയ കാലത്തിൻ്റെ ചുവരെഴുത്തുകൾക്ക് ഒപ്പം പൗരോഹിത്യത്തിൻ്റെ ശൈലിയിൽ ഈ കാലഘട്ടം അല്പമെങ്കിലും മാറ്റം പ്രതീക്ഷിക്കുന്നില്ലേ? വൈദികരിൽ നിന്ന് എന്താണ് സമൂഹം, സഭാംഗങ്ങൾ, വിശ്വാസ സമൂഹം പ്രതീക്ഷിക്കുന്നത്? കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് സമീപനങ്ങളിൽ, ശൈലിയിൽ നമ്മൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയല്ലേ? എങ്ങനെയാണ് പൗരോഹിത്യം ഈ കാലഘട്ടങ്ങളിൽ കൊണ്ട് മാറിയത്? എങ്ങനെയാണ് പൗരോഹിത്യത്തിൻ്റെ സമീപനങ്ങളിൽ, ശൈലികളിൽ വരും കാലഘട്ടങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വിശ്വാസ സമൂഹം പ്രതീക്ഷിക്കുന്നത്? ഇങ്ങനെയൊരു ചർച്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. കൂടെയുള്ളത് കത്തോലിക്ക സഭ താമരശ്ശേരി രൂപതയുടെ ഡയറക്ടർ ഫാദർ സബിൻ തുമുള്ളിൽ, ഒപ്പം സാമൂഹ്യ നിരീക്ഷകനും സംരംഭകനുമായ ശ്രീ നോയൽ സിറിയക്. രണ്ടുപേർക്കും പ്രിയ പ്രേക്ഷകർക്കും ഫയർ റൂമിലേക്ക് സ്വാഗതം. സബിനച്ച, പൗരോഹിത്യം അങ്ങയുടെ യഥാർത്ഥ ഡൊമെയിൻ വിഷയത്തിലേക്ക് നമ്മൾ വീണ്ടും ഫയർ റൂമിലേക്ക് എത്തുകയാണ്. ശരിക്കും വൈദികരുടെ ജീവിതം അതൊരു വലിയ അത്ഭുതമാണ് അല്ലേ? ലോകം എത്രയോ വട്ടം ഇപ്പോഴും ചോദിക്കുന്നത് ഈ ഒരു പൗരോഹിത്യത്തിൽ, ഈ ഒരു വിശുദ്ധിയിൽ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് അതെല്ലാം മാറ്റി അത് ഈശോ എന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഈ സമൂഹത്തെ ചേർത്ത് പിടിക്കാനുള്ള ആ യാത്രക്കിടയിൽ കുടുംബവും വീടും സാഹചര്യങ്ങളും സമ്പത്തും പുരസ്കാരങ്ങളും ആദരവുകളും അംഗീകാരങ്ങളും നേട്ടങ്ങളും അപ്രീസിയേഷൻസും അഭിനന്ദനങ്ങളും പുകഴ്ത്തലുകളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു പുറപ്പെടൽ അല്ലേ? ഒരു പുറപ്പാട്, അത് ഈശോയിലേക്കുള്ള യാത്ര തന്നെയാണ്. തീർച്ചയായിട്ടും അത് വലിയൊരു മുന്നേറ്റമാണ്, അത് വലിയൊരു ദൗത്യമാണ്. അതിനെ നമ്മൾ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു, അതിൽ അഭിമാനിക്കുന്നു. പക്ഷെ നമ്മൾ ഇനിയുള്ള കാലത്ത് ഇപ്പം നമ്മൾ സ്വതന്ത്രമായ ഒരു ചർച്ചയിലേക്ക് വരികയാണെങ്കിൽ വൈദികരെ സമൂഹം നൽകുന്ന ആദരവ് അതൊരു വലിയൊരു, നമ്മളിപ്പം ഇത് പെട്ടെന്ന് പറയുമ്പം മനസ്സിലേക്ക് വരുന്നത് ചില സിനിമകളാണ്. ഇപ്പം 80കളിലെ സിനിമകളിൽ വൈദികർ ചിത്രീകരിക്കുന്നത് എങ്ങനെയാണ്? ആ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ഇടയൻ എന്നല്ല, അതിനും അപ്പുറത്ത് ആ നാടിൻ്റെ രാജാവാണ്. രാജാവെന്ന് വെച്ചാൽ ആ അർത്ഥത്തിലല്ല, ആ നാടിൻ്റെ അധിപനാണ്. ആ നാട്ടിൽ എന്ത് വിഷയമുണ്ടെങ്കിലും അത് ഒത്തുതീർപ്പാക്കാൻ പള്ളിയിലേക്ക് വരുന്നു, പള്ളി വരുന്നു, പള്ളിക്കൊരു പള്ളിക്കൂടമുണ്ടാകുന്നു. അങ്ങനെ ഒരു വിദ്യാഭ്യാസ ശുശ്രൂഷയുടെ ഒരു തലവനായി വൈദികൻ മാറുന്നു, വിശ്വാസ സമൂഹത്തെ രൂപപ്പെടുത്തുന്നു. ഇതൊക്കെ നമ്മൾ കാണുകയാണ്. പിൽക്കാലത്ത് ഓരോ സിനിമകൾ വരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ സിനിമകളിലൊക്കെ വൈദികരെ ഏത് രീതി ചിത്രീകരിക്കുന്നു, അത് വൈദികരുടെ കുറ്റം കൊണ്ടല്ല, അത് ആ സിനിമയിൽ ഫണ്ട് ചെയ്യുന്ന ചില പ്രത്യേക ആളുകളുടെയും അവർ രൂപവൽക്കരിക്കപ്പെടുന്ന വിശ്വാസ സംഹിതയുടെയും ഒക്കെ കാരണം കൊണ്ടാകാം. എന്നിരുന്നാൽ പോലും വൈദികരെ സമൂഹം കാണുന്ന കാഴ്ചപ്പാടിൽ വലിയ മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഒരു വിശ്വാസത്തിൻ്റെ ഒരു വഴിയിലേക്ക് നമ്മുടെ ജനങ്ങളെ ബിൽഡ് ചെയ്യുക എന്നൊരു ദൗത്യത്തിൽ നിന്നൊക്കെ ചെറിയ പങ്കെങ്കിലും നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ടോ എന്നൊരു ചോദ്യം അതവിടെ നിലനിൽക്കുന്നുമുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷനെ അങ്ങ് സ്വതന്ത്രമായി വിലയിരുത്തുക? സങ്കീർണതകളുള്ള ചോദ്യമാണ്. വിരുദ്ധ അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങ് ആദ്യമേ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. പള്ളിയിൽ എന്തിനും പരിഹാരമുണ്ടായിരുന്ന ഒരു കാലം, ഒരു ചരിത്രമാണ് കേരളത്തിനുള്ളത്. അതുകൊണ്ടാണ് അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, ഒരിക്കൽ ഞാനത് പറഞ്ഞിരുന്നു ഇതേ ഫ്ലോറിൽ, മുമ്പൊരു ഫയർ റൂമിൽ. അതെ, പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നുള്ളത്, ആ ശൈലി എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളതിന് ഉത്തരം കിടക്കുന്നത് പള്ളിയിൽ ഏതൊരു വിഷയത്തിനും പരിഹാരം ഉണ്ടാകുമായിരുന്നു എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷേ ഇന്ന് അതിനെ ആളുകൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞ കാര്യത്തിന് താഴെ കമൻറ്റുകൾ വന്നത് ആണ് ഞാനിവിടെ പറയുന്നത്. നമ്മുടെ കഴിഞ്ഞ ഫയർ റൂമിൻ്റെ കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അതിൽ വന്നിരിക്കുകയാണ്, അച്ഛൻ വെറുതെ പറയുകയാണ്, പള്ളിയിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുകയല്ലാത്ത
ഒരു കാര്യത്തെക്കുറിച്ചാണത് പറയുന്നത്. അത് സംഭവം മനസ്സിലാവുന്നുണ്ടോ? ട്രാൻസിഷൻ, അവിടെ തന്നെ ഈ ട്രാൻസിഷൻ വളരെ വ്യക്തമായി. കോണ്ടെക്സ്റ്റ് ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. അത് പള്ളി എന്ന് പറയുന്ന അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറയുന്നയാൾ ഏതെങ്കിലും ഒരു ഒതുക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് ഇന്ന് കാര്യങ്ങൾ മാറ്റപ്പെട്ടു പോകുന്നുണ്ട്. ആ ഒതുക്കപ്പെടൽ ഒരു പക്ഷേ ഞാൻ പറയും, അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു മതത്തിൻ്റെ ആത്മീയ കാര്യങ്ങൾ മാത്രം നോക്കുന്ന ഒരാളായി മതി. മറ്റ് സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലേക്കൊന്നും അച്ഛൻ ഇറങ്ങണ്ട, അതായി മാറി. അത് എങ്ങനെയാണ് ആ പ്രതിസന്ധി എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സ്വാഭാവികമായിട്ടുള്ള ഒന്നല്ലത്. അതിൻ്റെ പിന്നിലൊരു അജണ്ടയുണ്ട്. ആ അജണ്ട കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ അതിശക്തമായിട്ട് രൂപപ്പെട്ട ഒന്നാണ്. അച്ഛനെ ഒരു അപ്രസക്തനാക്കി മാറ്റുക, അതിനുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം അച്ഛൻ ഒരു സ്വാധീന ശക്തിയാണ്. അത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ മാത്രമല്ല, ഒരു പൊതു ഇടങ്ങളിലും അച്ഛൻ സ്വീകാര്യനാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു പ്രതിസന്ധി ഇന്നത്തെ ഒരു അച്ഛന്മാരെല്ലാവരും നേരിടുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമതൊരു കാര്യം, ആ ഒരു അജണ്ട, അതിൽ ഒരു പരിധിവരെ അച്ഛന്മാരും ആ അജണ്ടയിൽ ഇരകളായിട്ട് തീർന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം അച്ഛന്മാർ ചിന്തിക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു, നമ്മൾ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടവരാണ്, മറിച്ച് ഭൗതിക സാമൂഹിക വിഷയങ്ങളൊക്കെ അത് മറ്റുള്ളവർ ചെയ്യട്ടെ. പക്ഷെ ക്രൈസ്തവരെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഈ മറ്റുള്ളവർ ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ആരാണ് ഈ മറ്റുള്ളവർ? എവിടെയാണ് ഈ മറ്റുള്ളവർ? അങ്ങനെ ഒരു സംവിധാനം നമുക്കില്ല. ഒരുപക്ഷെ ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സാമുദായിക സംഘടനാ സംവിധാനങ്ങളൊക്കെ ശക്തിപ്പെട്ടു വരുന്നു. അപ്പോഴും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിഷ്പക്ഷമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് ഈ സമുദായത്തിനും സഭയ്ക്കും നേതൃത്വം നൽകാൻ ഇവിടെ വൈദികർ നമുക്ക് ആവശ്യമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവിടെ അച്ഛൻ പറയുന്ന ഒരു മേഖല, അച്ഛൻ പറയുന്ന ഒരു വശം ഇതാണ്, മറ്റു കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് വിശ്വാസ കാര്യങ്ങളിൽ മാത്രം ഇടപെട്ടാൽ മതി എന്നൊരു പൊതുബോധം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും വൈദികർ അത് വരുമ്പോൾ അതൊരു ലക്ഷ്മണരേഖയായി മാറുകയും അത് കടക്കുമ്പോൾ അവർ ചോദ്യം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ നോയൽ ഇതിനെ കുറേ കൂടി വിശാലമായി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ശരി, എൻ്റെ ഒരു റീഡിങ് ഇതായിരുന്നു. ഞാൻ അച്ഛൻ പറഞ്ഞതിന് ഓപ്പോസിറ്റായി ഇതിനെ കാണുന്നത്. വൈദികർ മറ്റ് പല മേഖലകളിലും അവർ തിരക്കിലായി മാറി. അവർ സ്കൂൾ പ്രിൻസിപ്പൽസായി മാറുന്നു, അവർ അധ്യാപകരായി മാറുന്നു, അവർ ഭാരിച്ചൊരു അഡ്മിനിസ്ട്രേഷൻ ചുമതലയിലേക്ക് അവർ വരുന്നു, അവർ പള്ളികൾ പണിയേണ്ടി വരുന്നു, അല്ലെങ്കിൽ കുറേയധികം കാര്യങ്ങൾ ബിസിയായി വരുമ്പോൾ ശരിക്കും ഈ വിശ്വാസ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പൊരുതുവാൻ നമുക്ക് എപ്പോഴെങ്കിലും സാധിക്കാതെ വരുന്നുണ്ടോ? അത് മറ്റൊരു വശമാണല്ലോ. ഇതിനെ രണ്ടിനെ എങ്ങനെയാണ് നോയലിൻ്റെ നിരീക്ഷണം? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ പുതുതലമുറ അച്ഛന്മാരും അതായത് സീനിയർ ആയിട്ടുള്ള പുരോഹിതരും തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. അതായത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ പുരോഹിതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുമായിട്ട് അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആകുന്ന ഒരു സിറ്റുവേഷൻ വളരെ കുറവായിരുന്നു. പക്ഷേ എന്നാലും അവർക്ക് നമ്മളെ എപ്പോഴും ഒരു കരുതലായിരുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും ബേസ്. അതായത് നമ്മൾ പള്ളിയോടങ്ങ് ചേർന്ന്, അതായത് വീട്ടിൽ പോകുന്ന സിറ്റുവേഷൻ ഇല്ല. വീട്ടിൽ പോകുന്ന വൈകിട്ട് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പള്ളിയിലായിരുന്നു നമ്മുടെ കംപ്ലീറ്റ് ജീവിതം. കാരണം നമ്മുടെ കാരണവന്മാരും അതിനെ പ്രൊമോട്ട് ചെയ്യുമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നേരെ തിരിച്ച് വീടിൻ്റെ ചുറ്റുമുതലിന് പുറത്തേക്ക് ആ കുട്ടികളെ അല്ലെങ്കിൽ പള്ളിയിലേക്ക് വിടുന്ന ആ ഒരു സിറ്റുവേഷൻ ഇല്ല. പള്ളിയായിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം പോകും, അല്ലാതെ അതിനപ്പുറത്തേക്ക് പള്ളിയായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഒരു ഭാഗം. മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ മജോറിറ്റി ആയിട്ടുള്ള പുരോഹിതരും, അതായത് ഞാൻ പറയുന്നത് സീനിയർ ആയിട്ടുള്ള പുരോഹിതർ, അതായത് അവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അന്നത്തെ കാലത്തെ ഏറ്റവും വിദ്യാഭ്യാസമുള്ളവരായിരുന്നു. അതായത് പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ളവരായിരുന്നു പുരോഹിതർ. അപ്പോൾ ആ സമൂഹത്തിലും ഇടവകയിലും അതുപോലെ റെസ്പെക്റ്റും
അവരുടെ തീരുമാനങ്ങൾ അന്തിമമാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ഇന്ന് അത് നേരെ തിരിഞ്ഞു. എല്ലാ ഇടവകളിലും അച്ഛന്മാരെക്കാട്ടിലും 3-4 PG യും ഡോക്ടറേറ്റും ഒപ്പം തന്നെ പോസ്റ്റ് ഡോക്കുമുള്ള വിദ്യാഭ്യാസമുള്ള യുവാക്കൾ ഒത്തിരി കയറി വന്നു. അപ്പോൾ ശരിക്കും അച്ഛന്മാർ പറയുന്ന ആ കാര്യത്തെ എപ്പോഴും അവർക്ക് ഡൈജസ്റ്റ് ആകണമെന്നില്ല. അതിനനുസരിച്ച് അവർ റെസ്പോണ്ട് ചെയ്തു തുടങ്ങി. അപ്പം ആ ഒരു വ്യത്യാസം എപ്പോഴും നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പ്രത്യേകം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലാക്കി, എനിക്ക് തോന്നുന്നത്, ഞാൻ ഇങ്ങനെ ഒരു ട്രാവൽ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാൻ യൂറോപ്പിലും ഒപ്പം തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഗൾഫിലും എല്ലാം പോകുന്നൊരു വ്യക്തിയാണ്. അപ്പം യൂറോപ്പിൽ ഞാൻ കണ്ടൊരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുത്തെ ഒരു പള്ളിയിൽ, എസ്പെഷ്യലി ഞാൻ പോകുന്ന ഒരു ഡയസിസ് എന്ന് പറഞ്ഞാൽ ഐസൻസാറ്റ് ഡയസിസ്, യൂറോപ്പിലെ ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യത്തെ ഐസൻസാറ്റ് ഡയസിസ് ഉണ്ട്. അവിടെ എനിക്ക് കുറേ യൂത്തുമായിട്ട് പരിചയമുണ്ട്. ഞാൻ അവിടെ അവരുടെ വീടുകളിൽ പോയി നിൽക്കാറുണ്ട്. അവിടെ ചെല്ലുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ പള്ളിയിൽ കുർബാന കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേ അവിടുത്തെ പുരോഹിതൻ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി നമ്മളോടങ്ങ് ഇൻട്രാക്ട് ചെയ്യുകയാണ്. നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ അറിയുന്നു, നമ്മൾ ജോലി സ്ഥലത്തെ വിശേഷങ്ങൾ അറിയുന്നു, അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നു. എല്ലാ തരത്തിലും ഒരു ഇൻട്രാക്ഷനാണ്. അതിൽ നിന്ന് തിരിഞ്ഞ് നമ്മുടെ നാട്ടിൽ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ 90% പള്ളികളിലും കാണുന്നത് അച്ഛന്മാർ അവരുടെ കുർബാന, ആ പരിശുദ്ധമായ കുർബാന കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അവർ പള്ളിമുറിയിലേക്ക് പോകുന്നു. അടുത്ത അഡ്മിനിസ്ട്രേഷൻ, അവിടുത്തെ പ്രധാനപ്പെട്ട മരാമത്ത് ജോലികൾ, അതായത് കൺസ്ട്രക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, പൊതുയോഗം. അല്ലാതെ ഒരിക്കലും അവിടുത്തെ ഇടവക ജനങ്ങളുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങൾ അവർ മനസ്സിലാക്കുന്നില്ല. അതാണ് അതിൻ്റെ ഒരു വലിയൊരു ക്രൈസിസ് എന്ന് പറയുന്നത്. അത് മുന്നോട്ട് പോകുന്നതോറും അത് കൂടുതൽ അതിൻ്റെ റിഫ്ലക്ഷൻസ് ഉണ്ടായിത്തുള്ളൂ, മനസ്സിലായില്ല. അപ്പം ഈ ഒരു വ്യത്യാസമാണ് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതും. ഇതാണ് എൻ്റെ ഒരു. അപ്പം 2 വിഷയങ്ങളാണ്. ഒന്ന്, ഈ പൗരോഹിത്യത്തിൻ്റെ ഈ ഒരു നമ്മൾ നയിക്കുക, വിശദീകരിക്കുക, പഠിപ്പിക്കുക. അപ്പോൾ തീർച്ചയായും നയിക്കപ്പെടുന്നുണ്ടാകാം, അത് ഒരു സമൂഹത്തെ വിശദീകരിക്കുന്നുണ്ടാകാം, പഠന ബോധ്യങ്ങൾ കൊടുക്കുന്നൊരു ശുശ്രൂഷ കൂടിയാണ്. എന്നാൽ മറുവശത്ത് നോയൽ പറഞ്ഞതുപോലെ എല്ലാവരെയും നമ്മൾ ഒരു ജനറലൈസ് ചെയ്യുകയോ ഫ്രെയിം ചെയ്യുകയോ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഒരു പൊതുവായ ട്രെൻഡ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് വൈദികരുടെ ഒരു ശുശ്രൂഷ ഒത്തിരി ബിസി ആയിട്ടുള്ള ഒരു മേഖലയിലേക്ക് അവർ മാറുന്നുണ്ട്. പഴയ കാലഘട്ടത്തിൽ അച്ഛൻ്റെ നായകത്വം എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ ആകമാനം നയിച്ചുകൊണ്ടിരുന്ന വ്യക്തി എന്നുള്ളതാണ്. പാലം പണിയാൻ അച്ഛൻ വേണം, പിന്നെ പോലീസ് സ്റ്റേഷൻ വരണമെങ്കിലും പോസ്റ്റ് ഓഫീസ് വരണമെങ്കിലും റോഡ് പണി നടക്കണമെങ്കിലും ഒക്കെ അച്ഛൻ്റെ നേതൃത്വമായിരുന്നു. തീർച്ചയായും. ഞാനൊരു കാര്യം പറയാം, അന്നത്തെ അച്ഛന്മാർക്ക് ഇതിലൊക്കെ ഇടപെടാൻ കഴിഞ്ഞപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞ ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമതൊരു കാര്യം, അതൊന്നും ഒരു പ്രൊഫഷണലിസം ഉള്ള കാര്യമല്ല. സംഭവം മനസ്സിലാവുന്നുണ്ടോ? ഒരു സാധാരണക്കാരന്, ഒരു ദിശാബോധമുള്ള ഒരു വ്യക്തിക്ക് ഒരു സമൂഹം കൂടെ നിൽക്കുമെങ്കിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണിതെല്ലാം. ഒരു സാധാരണക്കാരനത് പറ്റും. പക്ഷേ ഇന്ന് ഇത് മാറി. ഇന്നത്തെ അച്ഛൻ്റെ പാലം പണി എന്ന് പറയുന്നത് ഈ നമ്മൾ നാട്ടിൽ കാണുന്ന പാലം പണി അല്ല. കാരണം ആ സാഹചര്യങ്ങളെല്ലാം ഇന്ന് ഡെവലപ്ഡ് ആയി കഴിഞ്ഞു, അതെല്ലാം അപ്രസക്തമായി. അതിന് ഇന്ന് പ്രസക്തിയില്ല. പക്ഷേ ഇന്നത്തെ വിഷയം എന്താണ്? ഇന്നത്തെ പാലം പണി എന്ന് പറയുന്നത്, ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ കാലഘട്ടത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പിന്നെ വിദ്യാഭ്യാസം നമ്മളുടെ പുതിയ തലമുറയ്ക്ക് നൽകണമെന്നുള്ള കാഴ്ചപ്പാടോടുകൂടി സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്ങുകൾ അച്ഛന് നടത്താൻ പറ്റുന്നുണ്ടോ? ചോദ്യമാണ്. അച്ഛനത് നടത്താൻ പറ്റുന്നുണ്ടോ? അച്ഛനൊരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് സ്കില്ലുള്ള ആളാണോ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എവിടെയും പ്രൊഫഷണലിസം ശക്തമായിട്ട് നിൽക്കുന്നിടത്ത് അച്ഛൻ പിന്നോട്ട് പോകേണ്ട അവസ്ഥയുണ്ടാകുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അപ്പോഴുള്ള പ്രശ്നം അച്ഛനാണ് ഈ സമൂഹത്തിന് നേതൃത്വം നൽകേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു മാറ്റം എവിടെയാണ് വരേണ്ടത്? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. നമ്മളുടെ ഒരു അച്ഛന് ഒരു ഇടവക സമൂഹത്തിന് വേണ്ടിയിട്ട് ഇടവക സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു. ഒരു രാഷ്ട്രീയ നിലപാട് അച്ഛന് പറഞ്ഞാൽ അത് പള്ളിയിൽ പ്രസംഗത്തിനാണ് പറയുന്നതെങ്കിൽ ഇടവക 2 ആകുമോ? തീർച്ചയായിട്ടും 2 ആകും അല്ലേ? അപ്പോൾ അച്ഛൻ അവിടെ റെസ്ട്രിക്റ്റഡ് ആകുകയാണ്. അച്ഛൻ അവിടെ റെസ്ട്രിക്റ്റഡ് ആയി. ഇടവക ജനത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അച്ഛനത് പറയുന്നതെങ്കിലും അച്ഛൻ അവിടെ റെസ്ട്രിക്റ്റഡ് ആകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു സോഷ്യൽ റെസ്ട്രിക്ഷൻ അച്ഛന്മാരെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. ഞങ്ങളെ ഒരു കുടുംബത്തിലെ അംഗമായിട്ട് പഴയതുപോലെ ഇന്ന്
ഒരു ഭൂരിപക്ഷം ഇടവക്കാർ കാണുന്നുണ്ടാകുമോ? ഇനി നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, യൂറോപ്പിൽ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളത്. ഈ ഒരച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഈ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ തയ്യാറാകുന്ന എത്ര ആളുകളുണ്ട്? ഞാനും വലിയ ഇടവകയിൽ കൊച്ചച്ഛനായിട്ട് ഇരുന്നിട്ടുണ്ട്, ചെറിയ ഇടവകയിൽ ഇരിക്കുന്നു. അപ്പോൾ ഉള്ളൊരു കാര്യം, ഓക്കെ, ഇപ്പോൾ പലപ്പോഴും എനിക്ക് തിരക്കുകൾ വരുന്നുണ്ട് ഒത്തിരി. നേരത്തെ ഈ പറഞ്ഞ ഈ വിഷയമാണ് അവിടെ ഞാൻ പറയുന്നത്. ഇന്ന് അച്ഛന്മാർക്ക് എല്ലാവരും ചോദിക്കുക, അച്ഛന്മാർക്ക് എന്താണ് ജോലി? അച്ഛന്മാർക്ക് ജോലി എന്താണെന്ന് അച്ഛന് എന്താണ് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. പക്ഷെ അച്ഛന്മാർക്ക് ജോലി ഉണ്ട്. ഈ എല്ലാവർക്കും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഫ്രീ ആയിട്ടുള്ളവരും ഉണ്ടാകും. പക്ഷേ ഒരേ സമയം തന്നെ 2-3 ഒക്കെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവിടെ അതിൻ്റേതായിട്ടുള്ള തിരക്കുകളും ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ പള്ളിയിൽ ഇന്ന് എൻ്റെ ഇടവക്കാരുടെ കൂടെ ഇരിക്കേണ്ട ഞാൻ ഇവിടെ ഈ ഫ്ലോറിൽ വരുമ്പോൾ അസ്വസ്ഥത തോന്നാൻ അവകാശമുള്ള ഇടവക്കാരാണ് എൻ്റെ ഇടവക്കാർ, അല്ലേ? ആ ഒരു പ്രതിസന്ധി ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രതിസന്ധിയായിട്ട്. പക്ഷേ എൻ്റെ ഒരു സന്ദേഹം അവിടെയല്ല. വൈദികരുടെ ഒരു ദൗത്യം അങ്ങ് പറഞ്ഞതുപോലെ വിശുദ്ധ കുർബാന അർപ്പണത്തിലും കൂദാശ പരിക്രമത്തിലുമൊക്കെ അപ്പുറത്ത് നമുക്ക് അതൊരു പ്യുവർലി ഒരു ആധ്യാത്മികമായ വശത്തിനപ്പുറത്ത് നമ്മളുടെ എത്ര വൈദികർ ഒരു സമുദായ നിർമ്മിതിക്ക് വേണ്ടി കൂടെ നിൽക്കുന്നു? ഇപ്പം പഴയ കാലത്ത് നമ്മളുടെ സിനിമകളിൽ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ഇടവകയിൽ നമ്മൾ കണ്ട് ശീലിച്ച വൈദികർ അവിടെ ഒരു പാലം പണിയാൻ നിൽക്കുമ്പോൾ പോലും അതൊരു പൊതുസമൂഹത്തിനാണെങ്കിൽ പോലും തീർച്ചയായിട്ടും ആ സമുദായം നേരിടുന്ന പ്രശ്നങ്ങളിൽ അവരുടെ ശബ്ദമുണ്ടായിരുന്നു. വിലക്കയറ്റത്തിനെതിരെ അവർ സമരം ചെയ്തിട്ടുണ്ടാകാം, കുരുമുളകിൻ്റെ റബ്ബർ കർഷകർക്ക് വേണ്ടി. അപ്പം അത് കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസവും ഒരു ബിലോങ്ങിങ്നെസ്സും ഞങ്ങളുടെ ഇടയിൽ ഉള്ള ഒരാളാണ് എന്ന ആ ഒരു സാമ്യപ്പെടലും ഒരു ചേർത്ത് പിടിക്കലുമൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു സ്വീകാര്യത, ആ ഒരു ഹൃദയബന്ധം അതിപ്പോഴുണ്ടോ എന്ന ചോദ്യമാണ് നിലനിൽക്കുന്നത്. കാരണം വിശ്വാസം ഇല്ലെങ്കിൽ വിശ്വാസ സമൂഹം ഇവിടെ രൂപവൽക്കരിക്കപ്പെടുമോ? നമുക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന നല്ല കാര്യം, അത് വലിയൊരു ദൈവമഹത്വം. പക്ഷെ നമ്മളെ കുർബാനയ്ക്ക് എത്ര പേരിപ്പോൾ പള്ളിയിൽ വരുന്നത് വരാത്തത് വേറെ അസുഖം കൊണ്ടല്ല, ഇടവകയിൽ ആളുകളില്ല. ഒരു സമൂഹം ഈ നാട് വിട്ടു പോകുന്നു, ഈ നാട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് വിഷമിച്ച് കഷ്ടപ്പെട്ട് തിരിച്ചു പോകുന്ന ഒരു ഘട്ടത്തിൽ ഈ വിശ്വാസ സമൂഹത്തെ ഈ നാട്ടിൽ നിലനിൽക്കാൻ, ഈ വിശ്വാസ സമൂഹത്തിന് അവരുടെ ഒരു സാമ്പത്തിക ഉന്നമനം പോലും, അതായത് സമുദായം എന്ന് പറയുന്നത് അത് പൂർണ്ണമായ വിശ്വാസം കൊണ്ട് മാത്രമല്ല, സമ്പത്തിന് സമ്പത്ത് വേണം, ജീവിതമാർഗങ്ങൾ വേണം. ഇങ്ങനെ നമ്മളുടെ ഒരു സമുദായത്തെ ഈ നാട്ടിൽ ആ നിലയ്ക്ക് മോൾഡ് ചെയ്യാൻ അതൊരു വൈദികൻ്റെ ഉത്തരവാദിത്തമല്ലേ എന്ന് നമ്മൾ ചോദിക്കേണ്ട ഘട്ടത്തിലെത്തി. അത് ഉത്തരവാദിത്തമാണോ എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുക. ശരിക്കും അത്തരം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മൾ മാറി പോകുന്ന ഒരു സാഹചര്യം, അതൊരു ഉത്തരവാദിത്തമാണെന്ന് തോന്നാത്ത വലിയൊരു വൈദിക സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു, പരിക്രമത്തിന് അപ്പുറത്ത് ഈ ഒരു ബിലോങ്ങിങ്നെസ് ചേർത്ത് പിടിക്കൽ, അല്ല നോയലിന് തോന്നിയിട്ടുണ്ട്? തീർച്ചയായിട്ടും. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ സഹിതം പറയാം. അതായത് നമ്മുടെ ഇന്ന് ഈ ഒരു പ്രാക്ടിക്കൽ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സമൂഹത്തിൽ കൃത്യമായിട്ട് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒട്ടനവധി വൈദികരുണ്ട്. പ്രത്യേകിച്ച് വൈദിക വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്ന ഒരു കൂട്ടർ. അവർ ശരിക്കും സത്യം പറഞ്ഞാൽ സെമിനാരിയിൽ പഠിക്കുന്ന വിദ്യാഭ്യാസത്തിനപ്പുറം തന്നെ അവരെ പഠിപ്പിക്കേണ്ട ഒരു പ്രധാനം, എസ്പെഷ്യലി നമ്മുടെ സമൂഹത്തിൻ്റെ ആ പ്രാക്ടിക്കലായിട്ടുള്ള വശങ്ങളും കൂടി അവരെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യകത വളരെ ഏറിയിരിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ. ഒന്ന്. രണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും എനിക്കറിയാവുന്ന പരിചയമുള്ള അച്ഛന്മാരോടും പിതാക്കന്മാരോടൊക്കെ ഞാൻ പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഈ പുതിയതായി പഠിച്ചിറങ്ങുന്ന വൈദികർ അവർ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ പഠിച്ചിറങ്ങുമ്പോഴേ നേരെ ഒരു ഇടവകയിലേക്ക് അവരെ പ്ലേസ് ചെയ്യാൻ, ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പ്ലേസ് ചെയ്യാൻ അവരെ ഉറപ്പായിട്ടും നമ്മുടെ ഏതെങ്കിലും ഒരു മിഷൻ രൂപതകൾ, ചാന്ത പോലെയുള്ള നമ്മുടെ മിഷൻ രൂപതകളിൽ ഒരു മിനിമം 2 വർഷത്തേന് അല്ലെങ്കിൽ മാക്സിമം ഒരു 3 വർഷത്തേന് അവരെ ഒരു ഇടവക ഉത്തരവാദിത്വം കൊടുത്ത് അവരെ വിടണം. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഒരു ഫോർമേഷൻ അവർക്ക് അതിൽ നിന്നുണ്ടാവും. അതായത് പ്രാക്ടിക്കലായിട്ട് സാധാ ജനങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണ്, അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അതിൽ നിന്ന് അവരെങ്ങനെ കരകയറി വരുന്നു, അതിനുള്ള എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കിയായിരിക്കും. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിളോട് പറയാം. അതായത് ഞാൻ മുംബൈ എന്ന് പറയുന്ന സിറ്റിയിലെ
പ്രധാനപ്പെട്ട രൂപതയാണ് കല്യാൺ രൂപത. കല്യാൺ രൂപതയിൽ ഞാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു സന്ദർശനം ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് പോവുകയുണ്ടായി. അവിടെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പരിചയമുള്ള ഒരു അച്ഛൻ്റെ അടുത്ത് ഒരു ഫ്രാങ്ക്ലിൻ അച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ്റെ ഇടവകയിൽ ഞാൻ പോയി. ആ ഇടവകയിൽ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിച്ച് വെച്ചിരുന്ന മുംബൈയും ആ ഇടവകയും എൻ്റെ ഡിഫറെൻ്റ് ആണ്. അതായത് ഒരു വലിയ കുറേ കടകളുടെ ഇടയ്ക്ക് ചെറിയൊരു മുറിയാണ് അവരുടെ ഇടവകയെന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നമ്മുടെ സത്യം പറയുന്നത് നമ്മുടെ ഒരു ടോയ്ലറ്റിൻ്റെ പോലും വലുപ്പമില്ലാത്തൊരു മുറിയിലാണ് അച്ഛൻ കഴിയുന്നത്. നമ്മുടെ നാട്ടിലെ നമ്മുടെ അച്ഛന്മാരൊക്കെ ഞാൻ ജനറലൈസ് ചെയ്ത് പറയുമല്ല, പക്ഷേ കൂടുതലും വൈദികർ ആ രീതിയിലേക്ക്, അതായത് ഏറ്റവും നല്ല റൂമുകളും സൗകര്യങ്ങളും കഴിയുമ്പോൾ അവർ ഏറ്റവും കഷ്ടപ്പാടിൽ നിന്നാണ് അവരുടെ വലിയൊരു സൊസൈറ്റി അല്ല വലിയൊരു ഇടവജനങ്ങളെ അവർ ലീഡ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പം അവർക്ക് കിട്ടുന്ന നോളജ് ഭയങ്കര വ്യത്യാസമായിരിക്കും. ആ ഒരു പ്രാക്ടിക്കൽ നോളജ് ഇവർക്ക് കുറഞ്ഞു പോയതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഇപ്പം നമ്മുടെ ഇടവുകളിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ മസ്റ്റായിട്ടും നമ്മുടെ പിതാക്കന്മാർ കൃത്യമായിട്ട് ചിന്തിച്ച് നമ്മുടെ എല്ലാ പുതിയതായിട്ട് വൈദിക പഠനം കഴിഞ്ഞ് ഇറങ്ങുന്ന അച്ഛന്മാരെയും അച്ഛനാകുന്ന അച്ഛന്മാരെ എല്ലാവരെയും കംപ്ലീറ്റ്ലി നമ്മൾ ഒരു മിഷൻ രൂപതയുള്ള ഒരു മിനിമം 2 വർഷമെങ്കിലും ഒരു സർവീസ് നേടി അതിനുശേഷം നമ്മുടെ ഇടവകയിൽ നമ്മുടെ രൂപതയിലെ ഇടവകളിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവിടെ സ്വർഗം സൃഷ്ടിക്കാൻ പറ്റും. അതാണ് എൻ്റെ അഭിപ്രായം. നല്ല നിർദ്ദേശം. ഇതിനോട് ചേർത്ത് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ അതിൻ്റെയും കൂടെ ചേർത്ത് എങ്ങനെയാണ് അച്ഛൻ അതിനെ രണ്ടിനെയും കൂടെ കാണുക? നമുക്ക് സമുദായമാണ് ഒന്നാമത്തെ വിഷയം. അതെ. 2 നമ്മളുടെ പരിശീലനമാണ്. നമ്മൾ സെമിനാരിയിൽ ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും മികച്ച പരിശീലനം കിട്ടുന്ന സെമിനാരിയിലാണ്. എത്രയോ വർഷത്തെ ത്യാഗപൂർവമായ ജീവിതം, പഠനം, അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള റീസണിങ് ഒക്കെ വാങ്ങി വരുന്ന ഒരു വലിയ സമൂഹം അല്ലേ? അത് രണ്ടിനെയും കൂടെ എങ്ങനെയാണ് കാണുക? ഒന്നെനിക്ക് തോന്നുന്നു ഒരു അക്കാഡമിക്കായ ഒരു കാര്യം പലപ്പോഴും പ്രായോഗികം നഷ്ടപ്പെടുന്നു. ഈ പ്രായോഗികം നഷ്ടപ്പെടുമ്പോഴാണ് ഈ സമുദായവും ഇതും രണ്ടായി കാണുന്നത്. നമ്മൾ തിയറിയിൽ നിന്നുകൊണ്ട് അതിനെ കാണുന്നത് അതൊരു പ്രശ്നം തന്നെയാണ്. തീർച്ചയായും. അതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മളുടെ ഈ ഫോർമേഷനിൽ ഫിലോസഫിയും തിയോളജിയും ഒക്കെ നമ്മൾ പഠിക്കണം. അതിൻ്റെ ഒപ്പം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, നമ്മൾ അച്ഛനായിട്ട് ഇറങ്ങുമ്പോൾ ഒരു ജനത്തെ മുഴുവൻ മാനേജ് ചെയ്യും. ജനത്തെ മാത്രമല്ല, നമ്മളുടെ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് ഒരു ഇടവക വൈദികൻ എന്ന് പറയുമ്പം നമുക്ക് സ്കൂളുകൾ, നമ്മളുടെ ഇതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ഇങ്ങനെയുള്ള ഒത്തിരിയേറെ ഓഫീസുകൾ, കാര്യങ്ങളെല്ലാം ഒരു സൊസൈറ്റിയാണ്, ഒരു സൊസൈറ്റിയെ മാനേജ് ചെയ്യുന്നു, ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മാനേജ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഈ അച്ഛന്മാർക്ക് അടിസ്ഥാനപരമായിട്ടൊരു മാനേജ്മെൻറ്റ് സ്കിൽ ഡെവലപ്പ് ചെയ്യത്തക്ക രീതിയിലുള്ള കോഴ്സുകളിലൂടെ ഈ സെമിനാരി ഫോർമേഷനിൽ കൊണ്ടുവരാം. പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് കോഴ്സുകൾ, അതൊരു കാര്യം. രണ്ടാമതൊരു കാര്യം, നമ്മളുടെ ആരാണ് സമൂഹത്തെ പഠിപ്പിക്കേണ്ടത്? ഞാൻ പറഞ്ഞു, പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം അച്ഛനാണുള്ളത് അല്ലേ? അച്ഛൻ പഠിപ്പിക്കണമെങ്കിൽ അച്ഛന് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടാകണം. അച്ഛൻ്റെ അറിവുകൾ, എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മൾ ഈ സാമുദായികതയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ സെമിനാരികളിൽ നമ്മൾ ചർച്ച് ഹിസ്റ്ററി പഠിക്കുന്നു. അത് തന്നെ കുട്ടികളെ നമ്മൾ പല ഭാഗങ്ങളായിട്ട് പഠിപ്പിക്കുന്നു. ചർച്ച് ഹിസ്റ്ററി എന്ന് പറയുന്നത് സഭ എങ്ങനെ രൂപപ്പെട്ടു, ഈ കാലഘട്ടങ്ങളിലൂടെ ഇത് വളർന്നു വന്നു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറയുന്നത് അതിനോടൊപ്പം പുതിയൊരു കരിക്കുലം കൂടി ആരംഭിക്കണം. എന്ത്? സമുദായ രൂപീകരണം എന്ന് പറയുന്നത്. അതിനെന്താണ് ചെയ്യേണ്ടത്? ഈ സഭാംഗങ്ങളായ അച്ഛന്മാരും വൈദികരുമാകുന്ന നമ്മൾ ഈ രാജ്യത്ത് എങ്ങനെ ഇടപെട്ടു? രാജ്യനിർമ്മിതിയിൽ, രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മിതിയിൽ ക്രൈസ്തവരുടെ പങ്കെന്തായിരുന്നു? നവോത്ഥാന നായകന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നവർ, ചാവറയച്ചനെ പോലെയുള്ള ആളുകൾ വിശുദ്ധർ എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ ചാവറയച്ചൻ ഒരു സാമുദായിക നേതാവായിരുന്നു എന്ന് നമുക്ക് ഒരു ബോധ്യം നമ്മുടെ അച്ഛന്മാർക്കുണ്ടാകണം. അതോടൊപ്പം തന്നെ നമ്മളുടെ രാഷ്ട്രീയത്തിൽ ഇടപെട്ട അക്കാമ ചെറിയാൻ, ടൈറ്റസ് തേവർത്തുണ്ടിയിൽ, ബാരിസ്റ്റർ ജോർജ് ജോസഫ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ. അതേപോലെ തന്നെ നമ്മളുടെ സമുദായത്തെക്കുറിച്ച് കത്തോലിക്ക കോൺഗ്രസ് എന്ന സമുദായ സംഘടനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന് നേതൃത്വം നൽകിയിരുന്ന നിതിരിക്കൽ മാണി കത്തനാർ, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന അൽമായ നേതാക്കൾ, ഇതിനെക്കുറിച്ചൊക്കെ യഥാർത്ഥത്തിൽ ഒരു സാമുദായിക ചരിത്രം അത് നമ്മളുടെ സെമിനാരിയുടെ പഠന വിഷയമാക്കി തരണം. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അസ്തിത്വബോധം, ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ അച്ഛന്മാരുടെ ഉള്ളിൽ ഒരു ശക്തമായിട്ടുള്ള ഒരു ബോധ്യമായിട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. ഞാൻ അതിന് കൂടെ ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മൾ ഒരച്ഛനെ മറ്റുള്ളവർക്ക് ബഹുമാനിക്കാൻ തോന്നുന്നത് എപ്പോഴാണെന്നറിയോ? ആ അച്ഛനെക്കുറിച്ചുള്ള പൊതു കാഴ്ചപ്പാട് അല്പം കൂടി ഒരു എലൈറ്റ് ആകുമ്പോഴാണ്. നമ്മളുടെ ഒരു ഉദാഹരണത്തിന് അതിനൊരു സാംസ്കാരികമായിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ നമ്മുടെ ദൈവത്തെ പിതാവേ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അച്ഛനെ എന്തുകൊണ്ടാണ് അച്ഛ എന്ന് വിളിക്കുന്നത്? പുരോഹിതനെ എന്തുകൊണ്ടാണ് അച്ഛ എന്ന് വിളിക്കുന്നത്?
പുരോഹിതൻ ആത്മീയ പിതാവാണ്, ഒരു അപ്പൻ്റെ സ്ഥാനം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ അപ്പൻ്റെ സ്ഥാനത്ത് ഈ പുരോഹിതനെ കാണാൻ നമ്മളുടെ ആളുകൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനെന്ത് ചെയ്യണം? നമ്മളുടെ വീടുകളിൽ അപ്പൻ ഉണ്ടാകണം. മക്കൾക്ക് അപ്പനെ സുഹൃത്തിന് പകരം ഒരു ബഹുമാനിക്കേണ്ട ഒരാളാണെന്ന് തോന്നിയെങ്കിൽ മക്കൾക്ക് ദൈവത്തെയും വികാരിച്ചനെയും ബഹുമാനിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വസ്തുത. ഇനി ഇതിനോട് ചേർന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മളുടെ ഈ അച്ഛന്മാർ നേരത്തെ പറഞ്ഞ ഒരു വിഷയമുണ്ട്. അതായത് നമ്മുടെ അച്ഛന്മാർ ശരിക്കും പൊതുവിഷയങ്ങളിൽ അല്പം കൂടി ശക്തമായിട്ട് ഇടപെടേണ്ടവരാണ്. അങ്ങനെ ഇടപെടാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം? അവർക്ക് അതിനുള്ള അറിവുണ്ടാകണം. ഈ അറിവ് പത്രത്തിലൂടെ കിട്ടും. അതേപോലെ തന്നെ ഞാൻ പറയുന്നത് ഓൺ ഗോയിങ് ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്കുണ്ടാകണം. അപ്പോൾ ഓൺ ഗോയിങ് ഫോർമേഷനിൽ സാധാരണ നമ്മൾ വ്യവസ്ഥാപിതമായിട്ടുള്ള രീതിയിൽ ഫോക്കസ് ചെയ്യുന്നത് കൂടുതൽ സ്പിരിച്വൽ ആയിട്ടുള്ള ആസ്പെക്റ്റുകളാണ്. അത് മാത്രം പോരാ. നമ്മളുടെ സോഷ്യൽ ഇഷ്യൂസ്, പൊളിറ്റിക്കൽ ഇഷ്യൂസ്, പിന്നെ സാമുദായികമായിട്ട് നേരിടുന്ന പ്രതിസന്ധികൾ, നമ്മളുടെ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ അച്ഛന്മാർക്ക് ടൈംലി അപ്ഡേറ്റഡ് ആകാൻ കഴിയത്തക്ക രീതിയിൽ തീർച്ചയായും രൂപതയിലെ നേതൃ സംവിധാനങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഒരുപാട് മാറ്റം ഉണ്ടാവും. ഇതില്ല നമ്മുടെ അച്ഛന്മാർക്ക്. ഇപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഒരു പക്ഷേ ഈ വിഷയങ്ങളൊക്കെ കൂടുതലായിട്ട് പഠിക്കുന്നുണ്ടാകാം. അതുകൊണ്ട് ഉള്ളൊരു പ്രശ്നമാണ്. അതിനോടൊപ്പം ഒരു ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇന്ന് അച്ഛന്മാർക്ക് പലർക്കും ഒരു വലിയ ഭയമുണ്ട്. ഒരു റിസ്ക് എടുത്താൽ ആ റിസ്ക് എടുക്കുന്ന അച്ഛൻ്റെ കൂടെ ആരെങ്കിലും നിൽക്കുമോ? അല്ലേ? അതൊരു പ്രശ്നമാണ്. ഒരു പ്രശ്നം വന്നു, ഒരു പ്രതിസന്ധി വന്നു, അച്ഛൻ ഒറ്റപ്പെടുക. ഇപ്പം ഞാൻ ഇത്രയും തുറന്ന രീതിയിൽ ഇത് സംസാരിക്കുന്നു. നാളെ ഏതെങ്കിലും തരത്തിൽ എനിക്കൊരു പ്രതിസന്ധി നേരിടുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആരാണ് കൂടെ നിൽക്കുക? കൂടെ നിൽക്കാനല്ല ആളുണ്ടാവുക, കുറ്റപ്പെടുത്താനാണ് ആളുണ്ടാവുക. അല്ലേ? അത് ഞങ്ങൾ അച്ഛന്മാർ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി ഇന്ന് ഞങ്ങൾ അച്ഛന്മാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഈ ഇടവക സമൂഹത്തെ, വിശ്വാസ സമൂഹത്തെ, സമുദായത്തെ ചേർത്ത് പിടിക്കാനും നയിക്കാനുമുള്ള ഈ വൈദിക സമൂഹത്തിൻ്റെ ഈ ദൃഢമായ യാത്രയെ പ്രാർത്ഥനയിലോർക്കാം. അവരെ നമുക്ക് ചേർത്ത് പിടിക്കാം. അച്ഛൻ പറഞ്ഞതുപോലെ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളനുസരിച്ചുകൊണ്ട് വൈദികനാകുന്ന ഈ ശുശ്രൂഷ ഏറ്റെടുക്കുന്ന ആ ഘട്ടത്തിൻ്റെ പഠന കാലഘട്ടം മുതൽ വൈദികനായി തുടരുന്ന കാലം വരെയുള്ള സമയങ്ങളിൽ സമുദായത്തെ പരിചയപ്പെടുത്താനും സമുദായത്തെ ചേർത്തു പിടിക്കാനുമുള്ള ദൗത്യം കൂടി ഈ സിലബസിൽ ഉണ്ടാവുകയും പൊതുവിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് വിശ്വാസ സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറാനുള്ള ഒരു ജാഗ്രത കൂടി വൈദിക സമൂഹത്തിൽ ഉണ്ടാകുമ്പോഴാണ് വൈദിക സമൂഹം കൂടുതൽ ഹൃദ്യമാകുന്നത്. വൈദിക സമൂഹത്തെ വിശ്വാസ സമൂഹം ചേർത്ത് പിടിക്കുകയും നെഞ്ചേറ്റുന്നതും ആ യാത്രയാണ് ഈശോയിലേക്കുള്ള ആ യാത്രയെ ഏറ്റവും ഹൃദ്യമാക്കുന്നതും. ഷെക്കൈന ഫൈറൂമിലൂടെ അവസാനിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ഒപ്പം അതിഥികൾക്ക് നന്ദി, നമസ്കാരം.